8 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവസാനമെത്തിയത് ബ്രസീലിലാണ്. ഈ 5 രാജ്യങ്ങൾ സന്ദർശിച്ചപ്പോഴും ഈ 5 രാജ്യങ്ങളിലെയും പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. ബ്രസീലിലെത്തിയ നരേന്ദ്രമോദിക്ക് ലഭിച്ച സ്വീകരണമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് വയലേഷൻ ഇല്ലെങ്കിൽ തീർച്ചയായും ആ ദൃശ്യങ്ങൾ നിങ്ങളെ കാണിക്കുന്നതാണ്. എന്തായാലും ആ ദൃശ്യത്തിൽ ബ്രസീലിൽ നരേന്ദ്രമോദിക്ക് ലഭിക്കുന്ന, അതായത് ഒരു പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്വീകരണം, ഒരുപക്ഷെ ഒരു ലോക നേതാവിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച സ്വീകരണമാണ് അവിടെ ലഭിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും പ്രധാനമന്ത്രി മോദിക്ക് ബ്രസീൽ സർക്കാർ അവരുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായിട്ടുള്ള നാഷണൽ ഓർഡർ ഓഫ് ദി സതേൺ ക്രോസ് നൽകി ആദരിക്കുകയും ചെയ്തു. ഇതോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ലോക രാജ്യങ്ങളുടെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതി, പരമോന്നത ബഹുമതികളുടെ എണ്ണം 26 ഉയർന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തികൾക്ക് ബ്രസീൽ സർക്കാർ ഈ ബഹുമതി നൽകുന്നു. എന്തായാലും പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക മേഖലകളെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ബഹുമതി നൽകിയിരിക്കുന്നത്. 2014 മെയ് മാസത്തിൽ പ്രധാനമന്ത്രിയായതിനു ശേഷം മോദിക്ക് ലഭിക്കുന്ന 26ാമത് അന്താരാഷ്ട്ര ബഹുമതിയാണ് ഇത് എന്നുള്ളതാണ്. 140 കോടി ഇന്ത്യക്കാർക്ക് ഇത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. ബ്രസീൽ സർക്കാരിന് നൽകിയ ഗംഭീരമായ സ്വീകരണത്തിനും പരമോന്നത ബഹുമതിക്കും പ്രധാനമന്ത്രി മോദി നന്ദി അറിയിച്ചു. 140 കോടി ഇന്ത്യക്കാർക്ക് ഇത് അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് പ്രസിഡന്റിൽ നിന്ന് എനിക്ക് ബ്രസീലിൻ്റെ പരമോന്നത ദേശീയ ബഹുമതി ലഭിച്ചു. ഇത് എനിക്ക് ലഭിച്ച ബഹുമതിയല്ല, മറിച്ച് എൻ്റെ രാജ്യത്തിന് ലഭിച്ച ബഹുമതിയാണ് എന്നാണ് മോദി പറഞ്ഞത്. ഇത് 140 കോടി ഇന്ത്യക്കാർക്കും വളരെയധികം അഭിമാനത്തിൻ്റെയും വികാരത്തിൻ്റെയും നിമിഷമാണ്. ഇതിനായി ബ്രസീൽ സർക്കാരിനോടും ജനങ്ങളോടും ഞാൻ എൻ്റെ ഹൃദയംഗമമായ നന്ദി അറിയിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്തായാലും പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഉജ്ജ്വല വരവേൽപ്പിൽ, ബ്രസീലിൽ ലഭിച്ച ഉജ്ജ്വല വരവേൽപ്പിൽ ചൈനയ്ക്കാണ് ഏറ്റവും കൂടുതൽ അസ്വസ്ഥത. കാരണം ചൈനയാണ് ബ്രസീലുമായി ഏറ്റവും അധികം അടുത്ത് നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്നത്. ചൈന അസ്വസ്ഥത പ്രകടിപ്പിച്ചതോടുകൂടി ബ്രസീൽ ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.